നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കല്യാണങ്ങൾ നടക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ പോലെ നമ്മൾ കാറ്ററിങ്ങിന് പുറത്തേക്ക് ഏർപ്പാട് ചെയ്യുന്ന ഒരു ശീലമില്ല. മറിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ടീം വന്നിട്ട് രാത്രി മുഴുവൻ നിന്നിട്ട് പാചകം ചെയ്യുന്ന ഒരു രീതിയാണ്. ഓർമ്മയുണ്ടാവില്ല എല്ലാവരും, നമ്മളും അവരെ കുറെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ആ സമയത്ത് ആളുകൾ എടുത്താൽ നമുക്കറിയാൻ പറ്റും, ഒരുപാട് പേര് അവിടെ പണിയെടുക്കുന്നുണ്ടാവും, കുറെ പേര് അരിയുന്നുണ്ടാവും, കുറെ പേര് ഏതെങ്കിലും തരത്തിലുള്ള പാചകങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു പാചകക്കാരനായിരിക്കും. ആൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും, എല്ലാവരുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് ഓരോരുത്തർക്കുമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് കൊടുത്ത് നടക്കുന്നുണ്ടാവും. അയാളാണ് മെയിൻ പാചകക്കാരൻ എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിൽ അയാളാണ് അവിടുത്തെ ലീഡർ എന്ന് പറയുന്നത്. അയാളില്ലെങ്കിൽ ഈ പറയുന്ന പാചകം ഒന്നും നടക്കത്തില്ല, നമുക്കറിയാം. അതേപോലെ നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ കമ്പനിയിലും നമ്മളാണ് അതിന്റെ ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ടീമിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ള ഒരു പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത് ക്ലാരിറ്റി എക്സ്പെക്ടേഷൻസ് ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആദ്യമേ തന്നെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകണമെന്നും എപ്പോഴാണ് അല്ലെങ്കിൽ എത്ര സമയം നമുക്കത് ചെയ്യാനുണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ട് കൊടുക്കണം. ഇപ്പൊ ആ ചേട്ടന്റെ കേസിലാണെങ്കിൽ ആ ചേട്ടൻ ആദ്യമേ തന്നെ വിളിച്ചെടുത്ത് ഏതൊക്കെ കറികളാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത്, അത് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഏത് സമയത്തിനുള്ളിൽ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടാണ് പോവുക. രണ്ടാമത് പ്രൊവൈഡ് റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്. അതായത് ഇവിടെ ഇപ്പൊ ചേട്ടന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് കത്തിയുണ്ടോ, കട്ടിംഗ് ടേബിൾ ഉണ്ടോ, പാത്രങ്ങളുണ്ടോ തുടങ്ങിയിട്ട് എല്ലാ റിസോഴ്സസും അവർക്ക് കൊടുക്കും. കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത ആളുകളെ മാത്രമായിരിക്കും അവിടെ കൊണ്ടുവരുന്നുണ്ടാവുക. ഇനി കമ്പനിയുടെ കേസിലാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്റ്റാഫുകൾക്ക് നിർബന്ധമായിട്ടും ട്രെയിനിങ്ങൾ കൊടുത്തേ മതിയാവും. മാത്രമല്ല അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലാപ്ടോപ്പ് ആയിരിക്കും, ചിലപ്പോൾ വൈഫൈ ആയിരിക്കും, ചിലപ്പോൾ ചില ടൂളുകളായിരിക്കും. ഇത് മുഴുവൻ അവർക്ക് കൊടുത്തേ മതിയാവും. അടുത്തത് റെഗുലർ ആയിട്ടുള്ള ചെക്കിങ്സ് ആണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇവരെ നമ്മൾ മോണിറ്റർ ചെയ്യാൻ കൂടി ശ്രമിക്കണം. അവർ ചെയ്യുന്ന വർക്കുകൾ കറക്റ്റ് അല്ലേ, എല്ലാം പ്രോപ്പറായിട്ട് പോകുന്നില്ലേ, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അവലോകനം നടത്തിയിട്ട് അവർക്ക് ഒരു റിവ്യൂ കൊടുക്കുകയും കൂടി ചെയ്യാൻ വേണം. ഓക്കെ, നമുക്ക് ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ബിസിനസ്സുകളെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. താഴത്തുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.